അമ്പലത്തിന്റെ നട തുറക്കാൻ പോലും ഇത്രയും വെയിറ്റിംഗ് ഉണ്ടാവില്ല. അങ്ങനെ ഞാൻ എന്റെ കുറച്ച് ഫോട്ടോസ് കണ്ടു. ഭയങ്കര വിഷമായിരുന്നു, കാരണം അത്രയും നാളെ അവിടെ പഠിച്ചതാണല്ലോ, വിഷമിക്കും. പിള്ളേര് ഭയങ്കര കുറവാണെങ്കിലും കോളേജ് നല്ല അടിപൊളിയായിരുന്നു. എനിക്ക് 3 വർഷം അവിടെ നിന്ന് നല്ല നല്ല ഓർമ്മകൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ആരും അങ്ങനെ കരഞ്ഞൊന്നുമില്ല, എനിക്ക് അത്ര കരച്ചിലൊന്നും വന്നില്ല. പിന്നെ നമുക്ക് ബിരിയാണിയുടെ ടൈമായിരുന്നു. ബിരിയാണി കഴിക്കാനായിട്ട് ഞാൻ ഇതിന്റെ കൂടെയാണ് വന്നിരുന്നത്, അത് അബദ്ധമായും തോന്നുന്നു. പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് മേലെയും പരിപാടി ഉണ്ടായിരുന്നു. മേലെ നമ്മൾ എഴുതിയിട്ടുള്ള ഒരു തുണിയിൽ നമ്മൾ എഴുതിയിട്ടുള്ള കണ്ണി കണ്ട എല്ലാ സാധനങ്ങളും അതുമേ ഉണ്ടായിരുന്നു. സ്റ്റേജൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ഇവർ കല്യാണം കഴിച്ചു. ഇവർക്ക് കല്യാണം കഴിക്കത്ര ആഗ്രഹം ഉണ്ടായിരുന്നു, ഞാൻ അറിഞ്ഞില്ല. അപ്പൊ അത് കഴിഞ്ഞപ്പോൾ അടുത്തൊരു ബിരിയാണി കൊതിയനാണിത്. ബിരിയാണി അവിടെ ഒരെണ്ണം എക്സ്ട്രാ ഇരിക്കണം കണ്ടിട്ട് അത് തിന്നാനുള്ള ഒരു തത്രപ്പാടിലാണ് പുള്ളി നടന്നുകൊണ്ടിരിക്കുന്നത്. അത് തിന്നു എന്ന് എനിക്ക് തോന്നുന്നു, ഞാൻ കണ്ടില്ല തിന്നണത്. അതും പിടിച്ചടക്കുണ്ടായി. എവിടേക്കാ ഇത് പോണെന്ന് അവന് എന്നെ അറിയില്ല. അവന് ഒരു വട്ടം കെട്ടിയോണ്ട് ഇവൻ പറഞ്ഞു 2ാമത്തെ വട്ടം കല്യാണം കഴിക്കണത്. പിന്നെ ഞങ്ങളാണെങ്കിൽ ബ്ലാക്കും ബ്ലാക്ക് ആയിരുന്നു. അപ്പൊ പിന്നെ ഞങ്ങൾ ചോദിച്ച് കല്യാണം കഴിക്കാന്ന്. സാധാരണ അവൻ ഇങ്ങോട്ടാണ് തല കെട്ടേണ്ടത്, പക്ഷെ ഞാൻ അങ്ങോട്ടാണ് കെട്ടിയത്. കുഴപ്പമില്ല, നമുക്ക് മാറ്റങ്ങളൊക്കെ നല്ലതാണല്ലോ. പിന്നെ നമുക്ക് വീണ്ടും പരിപാടികളുണ്ടായിരുന്നു, കൾച്ചറൽ പ്രോഗ്രാംസ് ഒക്കെ. അപ്പൊ മേലെ പരിപാടികളൊക്കെ തുടങ്ങി, പാട്ടും ഡാൻസും ഗെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് 3 വർഷം അവിടെ ചേതനയിൽ അടിപൊളിയായിരുന്നു. അപ്പൊ ഇത്രയും നാൾ എന്റെ കൂടെ നടന്ന എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി.